അച്ഛേദിൻ എന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള വാഗ്ദാനം. നമ്മൾ കാണുകയാണ് 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞു. പാചകവാതകത്തിന് 200 രൂപയാക്കുമെന്ന് പറഞ്ഞു. പെട്രോളിന് ലിറ്ററിന് 50 രൂപയെന്ന് പറഞ്ഞു. ഇന്ന് എത്ര മടങ്ങാണായിരിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ മോഡി ഗ്യാരണ്ടി പറയാണ്. എന്താണ് മോഡി ഗ്യാരണ്ടി? സ്ത്രീ സുരക്ഷ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളടക്കം തങ്ങളുടെ ബൂട്ട് അഴിച്ചു വെച്ച് ഇന്ന് കായിക രംഗത്ത് നിന്ന് വിട പറയുന്നതാണ് ഈ രാജ്യത്തെ സ്ത്രീ ശക്തി. അതുപോലെ തന്നെ മണിപ്പൂരിൽ കലാപം നടക്കുകയാണ് 10 മാസമായിട്ട്. ഇവിടെ ഒരു സിനിമാ നടൻ്റെ മകളുടെ കല്യാണത്തിന് വരെ വരാൻ സമയം കണ്ട പ്രധാനമന്ത്രിക്ക് ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല. ഈ 15 ലക്ഷം രൂപയുടെ കണക്ക് കുറെ കാലമായിട്ട് ആൾക്കാർ പറയുകയാണ്. അത് ഹിന്ദി അറിഞ്ഞുകൂടാത്തതിന്റെ ഒരു പ്രശ്നമാണെന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഒന്ന് അല്ലല്ല നിൽക്കുക രണ്ട് ഈ 50 രൂപ ഞാനൊന്ന് പറയട്ടെ. നേതാവിനെ കുറിച്ചും സമയത്ത് കിട്ടുമോ? 15 ഇല്ലല്ലോ. 15 ലക്ഷം കിട്ടോ ഇല്ല? യെസ് ഓർ നോ? വിദേശത്തെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും അങ്ങനെയാണോ? മാധു ഇപ്പൊ ഏത് ചോദ്യങ്ങൾക്കാണ് മറുപടി? അവിടെ പറയണോ ഇവിടെ പറയണോ? എന്താണ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു തുടങ്ങി. അത് ഹിന്ദി മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. വിദേശത്തെ കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന്റെ കണക്ക് അങ്ങ് വ്യക്തമാക്കാമോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. വിദേശത്ത് മാത്രമല്ല കള്ളപ്പണം ഉള്ളത്, ഇന്ത്യയിൽ മൊത്തത്തില് കള്ളപ്പണം ഉണ്ട്. 2004-നും 2014-നും ഇടയിൽ വെറും 114 റെയ്ഡ് മാത്രമാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ 2014-നും 2024-നും ഇടയ്ക്ക് അത് 3000-ലധികം റെയ്ഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഇ ഡി റെയ്ഡ് വർദ്ധിച്ചു, യാഥാർത്ഥ്യം. ഞാൻ BJP-യോട് യോജിക്കുന്നു. പക്ഷേ ഇ ഡി റെയ്ഡിന്റെ 90%-ലധികം പേർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിലും അവരുടെ സെക്രട്ടേറിയറ്റിലും മന്ത്രിസഭാ മന്ദിരങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. ഒരു മുഖ്യമന്ത്രിയെ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചിരിക്കുന്നു. 90% റെയ്ഡ് നടന്നത് ഇവരുടെയൊക്കെ വീടുകളിലാണ്. കാരണം ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിലാണ്. അതുകൊണ്ടാണ് 90% റെയ്ഡ്. രണ്ടാമത്തെ വീടുകളിലും എല്ലാ പാർട്ടിയിലും വിരാജ് കള്ളന്മാരുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു സ്കീമുണ്ട്. എത്ര കള്ളനാണെങ്കിലും നിങ്ങളുടെ പാർട്ടി വന്നാൽ പിന്നെ റെയ്ഡ് ഇല്ല. പ്രഫുൽ പട്ടേലിന്റെ കേസ് മാറ്റി ഇവിടെ മാറി വന്ന എല്ലാ പാർട്ടിക്കാർക്കും അത് കോൺഗ്രസിലുള്ള ചില നമുക്ക് ഇഷ്ടമില്ലാത്ത ഇപ്പൊ കൊള്ളാത്ത കോൺഗ്രസ്സുകാരോട് വന്നപ്പോൾ അവരെല്ലാം കേസ് മാറി. ശബരി,